അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഗ്രഹണ നിസ്കാരം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സൂര്യഗ്രഹണം സംഭവിക്കാറുണ്ട്, ചന്ദ്രഗ്രഹണങ്ങളും സംഭവിക്കാറുണ്ട്. ഇത് രണ്ടും ഉണ്ടാകുമ്പോൾ പ്രത്യേകമായ സുന്നത്ത് നിസ്കാരങ്ങൾ ഉണ്ട്. ഈ സുന്നത്ത് നിസ്കാരം പുരുഷനും സ്ത്രീക്കും പ്രത്യേകം സുന്നത്തുള്ളതാണ്. ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരവും ആണ് എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അതോടൊപ്പം ഇതിന്റെ രൂപങ്ങൾ നമുക്കൊന്ന് ചെറുതായി ഒന്ന് വിശദീകരിക്കാം. ഗ്രഹണ നിസ്കാരം 3 രൂപത്തിലുണ്ട്. ഒന്നാമത്തേത് നമ്മൾ സാധാരണ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമല്ലോ, അതുപോലെ നിസ്കരിക്കാം. നിയ്യത്ത് ആദ്യത്തിൽ വെക്കണം. നിയ്യത്ത് എങ്ങനെയാണ്? സൂര്യഗ്രഹണ നിസ്കാരം സുന്നത്തായത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. അത് ചന്ദ്രഗ്രഹണമാണെങ്കിൽ ചന്ദ്രഗ്രഹണം എന്ന് പറയുക. ജമാഅത്ത് ആണെങ്കിൽ ജമാഅത്ത് എന്നും കൂടി കരുതി വജ്ജഹ്തു ഓതി ഫാത്തിഹയും സാധാരണ നമ്മൾ 2 റക്അത്ത് നിസ്കരിക്കുമല്ലോ, ഇതേപോലെ നിസ്കരിക്കാം. ഇത് ഗ്രഹണ നിസ്കാരത്തിന്റെ ഏറ്റവും ചെറിയ ഒരു രൂപമാണ്. ഇനി മിതമായ ഒരു രൂപമുണ്ട്, അത് നമുക്കൊന്ന് മനസ്സിലാക്കാം. മിതമായ രൂപമാകുമ്പോൾ സാധാരണ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിനേക്കാൾ ഒരു റുക്കൂഉം ഒരു ഖിയാമും വർദ്ധിക്കും എന്നർത്ഥം. അതെങ്ങനെയാണ്? നമ്മൾ സാധാരണഗതിയിൽ എന്ത് ചെയ്യുന്നു? റുക്കൂയിലേക്ക് നിയ്യത്ത് വെച്ച് വജ്ജഹത്തും ഫാത്തിഹയും എല്ലാം സൂറത്തും എല്ലാം ഓതിക്കഴിഞ്ഞതിന് ശേഷം റുക്കൂയിലേക്ക് പോകുമല്ലോ. റുക്കൂയിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം എന്താണ്? നമ്മൾ വീണ്ടും ഉയർന്നു വരുന്നു. അപ്പോൾ എന്താകും? നമ്മൾ ഇഅ്തിദാലിലേക്കാണല്ലോ യഥാർത്ഥത്തിൽ വരേണ്ടത്. ഇഅ്തിദാലിലേക്ക് വരുമ്പോൾ സമി അല്ലാഹു ലിമൻ ഹമീദ എന്ന് ചൊല്ലിയതിനു ശേഷം സാധാരണ ഇഅ്തിദാലിൽ ചെല്ലേണ്ട ദിക്റുകൾ ചെല്ലുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഫാത്തിഹ ഓതി സൂറത്ത് ഓതി വീണ്ടും റുക്കൂയിലേക്ക് പോകുന്നു. ആ റുക്കൂയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പിന്നീട് സുജൂദിലേക്ക് പോകുന്നു. അപ്പോൾ ഒരു റുക്കൂവും ഒരു ഖിയാമും അവിടെ വർദ്ധിച്ചു എന്നർത്ഥം. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യുന്നു? സുജൂദിൽ നിന്ന് ഉയർന്നു വരുന്നു, ഫാത്തിഹ ഓതുന്നു, സൂറത്ത് ഓതുന്നു, റുക്കൂ ചെയ്യുന്നു. റുക്കൂയിൽ നിന്ന് വീണ്ടും നമ്മൾ ഇഅ്തിദാലിലേക്ക് വരുന്നു. ഇഅ്തിദാൽ ചെല്ലേണ്ട ദിക്റുകൾ ചൊല്ലിയതിനു ശേഷം നമ്മൾ ഫാത്തിഹ ഓതുന്നു. ഫാത്തിഹ ഓതി കഴിഞ്ഞതിന് സൂറത്തും എല്ലാം ഓതി കഴിഞ്ഞതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുന്നു? റുക്കൂയിലേക്ക് പോകുന്നു. റുക്കൂയിൽ നിന്ന് ഇഅ്തിദാലിലേക്ക് വരുന്നു, സുജൂദ് ചെയ്യുന്നു, ഇതിലേക്ക് പോകുന്നു. അങ്ങനെ 2 സുജൂദും കഴിഞ്ഞ് അത്തഹിയ്യാത്ത് ഓതി നമ്മൾ സലാം വിട്ടുന്നു. ഈ രൂപം ഒരു മിതമായ ഒരു രൂപം എന്നർത്ഥം. മിഡിൽ രൂപം, ഗ്രഹണസ്കാരത്തിന്റെ മിഡിൽ രൂപം. പൂർണ്ണമായ രൂപം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ മിതമായ രൂപം പോലെ തന്നെയാണ് വരിക. പക്ഷേ കൂടുതൽ സമയം നമ്മൾ സൂറത്തുകളും തസ്ബീഹുകളും ചൊല്ലി കൂടുതൽ നേരം നിസ്കരിക്കും എന്നർത്ഥം. കാരണം ഗ്രഹണം ആരംഭിച്ചത് മുതൽ അവസാനിക്കുന്നത് വരെ ഈ നിസ്കാരം സുന്നത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും നീണ്ടു നിൽക്കാൻ വേണ്ടിയാണ് ഇത്രയും ലോങ് ആയി ചൊല്ലുന്നത് എന്നർത്ഥം. അപ്പോൾ നമ്മൾ സാധാരണ എന്ത് ചെയ്യുക? നമ്മൾ മിഡിൽ പറഞ്ഞുവല്ലോ, ആ രൂപത്തിലാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ ആദ്യത്തെ റക്അത്തിൽ ഒന്നുകത് സൂറത്തുൽ ബഖറ പൂർണ്ണമായി ഓതുക. ബഖറ പൂർണ്ണമായി ഓതുക. അത് ബഖറ അറിയാത്തവരാണെങ്കിൽ അതിന്റെ ആ സൂറത്തുൽ ബഖറ ഓതാൻ എത്ര സമയം വേണം? അത്രയും സമയം വിശുദ്ധ ഖുർആനിലെ മറ്റു ആയത്തുകൾ ഓതുക എന്നർത്ഥം. അത് ഒന്നാമത്തെ റക്അത്തിൽ. രണ്ടാമത്തെ റക്അത്തിലോ സൂറത്തുൽ ബഖറയിലെ ഏകദേശം 200 ആയത്തിന്റെ ഖദർ അനുസരിച്ച് എത്ര സമയം എടുക്കുമോ അത്രയും നേരം വിശുദ്ധ ഖുർആനിലെ മറ്റു ആയത്തുകൾ ഓതുക. ഒന്നുകിൽ ബഖറയിൽ നിന്ന് ഓതുക, അതല്ലെങ്കിൽ മറ്റു സൂറത്തുകളിൽ നിന്ന് ഓതുക. മൂന്നാമത്തതിൽ 150 ആയത്തുകൾ ഓതണം എന്നർത്ഥം. നാലാമത്തതിലോ 100 ആയത്തുകൾ വരുന്ന, സൂറത്തുൽ ബഖറയിലെ 100 ആയത്തുകൾ വരുന്ന അത്രയും സമയം വിശുദ്ധ ഖുർആനിലെ മറ്റു ആയത്തുകൾ ഓതുക എന്നർത്ഥം. അപ്പൊ 4 റക്അത്തിലെ ഖിയാമിൽ നമ്മൾ എന്ത് ഓതണം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇതിന്റെ റുക്കൂയിലും സുജൂദിലും എങ്ങനെ മനസ്സിലാക്കണ്ടേ? റുക്കൂയിലും സുജൂദിലും, ആദ്യത്തെ റുക്കൂയിലും ആദ്യത്തെ സുജൂദിലും, റുക്കൂ 4 വരും, സുജൂദും 4 വരും. അപ്പോൾ ആദ്യത്തെ റുക്കൂയിലും ആദ്യത്തെ സുജൂദിലും
ബഖറയിലെ 100 ആയത്ത് ഓതാൻ എത്ര സമയം വേണം? അത്രയും സമയം നമ്മൾ സാധാരണ റുക്കൂഇലും സുജൂദിലും ചൊല്ലുന്ന ദിക്റുകൾ ഉണ്ടല്ലോ, അത് ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നർത്ഥം. ഈ രണ്ടാമത്തെ റുക്കൂഇലും സുജൂദിലോ എത്രയാണ് ചൊല്ലേണ്ടത്? അത് 80 ആയത്തിന്റെ സമയത്തിന് കണക്കാക്കി നമ്മൾ ചൊല്ലുക. മൂന്നാമത്തതിലോ 70 ആയത്ത് ഓതേണ്ട സമയം എത്ര വരുമോ അത്രയും നേരം റുക്കൂഇലും സുജൂദിലും തസ്ബീഹ് ചൊല്ലുക. നാലാമത് അഥവാ അവസാനത്തെ റുക്കൂഇലും അവസാനത്തെ സുജൂദിലും 50 ആയത്ത് ഓതാൻ എടുക്കുന്ന സമയം എത്രയുണ്ടോ അത്രയും നേരം തസ്ബീഹ്, സാധാരണ നമസ്കാരത്തിൽ ചൊല്ലുന്ന തസ്ബീഹുകൾ ചൊല്ലുക എന്നർത്ഥം. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത്തഹിയാത്ത് ഓതി സലാം വീട്ടുന്നു. വീട്ടിക്കഴിഞ്ഞതിന് ശേഷം 2 ഖുതുബ സുന്നത്തുണ്ട്. അത് പുരുഷന്മാർക്ക് മാത്രമേ സുന്നത്തുള്ളൂ, സ്ത്രീകൾക്ക് സുന്നത്ത് ഇല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അത് ജമാഅത്താണെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ സാധാരണ നമ്മൾ വെള്ളിയാഴ്ചകളിൽ ഓതുന്ന ഖുതുബയില്ല, അതേപോലെ തന്നെയാണ് ഖുതുബ. പക്ഷേ വെള്ളിയാഴ്ച ഖുതുബ ആദ്യവും നിസ്കാരം പിന്നീടുമാണല്ലോ. എന്നാൽ പെരുന്നാൾ നിസ്കാരം എങ്ങനെയാണ്? ആദ്യം നിസ്കാരം പിന്നീട് ഖുതുബ. ഇതുപോലെ തന്നെയാണ് ഗ്രഹണസ്കാരത്തിന്റെയും ഖുതുബ. ആദ്യം നിസ്കാരം പിന്നീട് ഖുതുബ. അത് പുരുഷന്മാർക്ക് മാത്രമാണ് സുന്നത്തുള്ളത്. ഈ നിസ്കാരത്തിന് മുന്നോടിയായി കുളിക്കലും പ്രത്യേകമായ സുന്നത്തുണ്ട്. നിസ്കരിക്കുന്ന എല്ലാ ആളുകൾക്കും കുളിക്കലും പ്രത്യേകമായി സുന്നത്തുണ്ട്. ഇതിന്റെ സമയം വീണ്ടും പറയുന്നു, ഗ്രഹണം ആരംഭിച്ചത് മുതൽ ഗ്രഹണം അവസാനിക്കുന്നത് വരെയാണ് ഈ നിസ്കാരത്തിന്റെ സമയം. ഇത് ഖളാ വീട്ടൽ സുന്നത്ത് ഇല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഗ്രഹണം എന്നുള്ളത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. വളരെ കൂടുതൽ നമ്മൾ ദുആകളും അതേപോലെ നിസ്കാരങ്ങളും അള്ളാഹുവിനോട് കേടപേക്ഷിക്കേണ്ടതായ സമയങ്ങളാണ്. അള്ളാഹു നമുക്ക് എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.